മേക്കപ്പും കൂടെ വരുമ്പോൾ ഒരു ലുക്ക് മാറുമല്ലോ. രാവിലെ ടെമ്പിൾ വെഡിങ്ങിന് എനിക്ക് ലൂസ് ഹെയർ ആയിട്ട് എന്തെങ്കിലും ചെയ്ത് ഫ്രണ്ടിലിട്ട് ഇച്ചിരിയിട്ട് അഴിച്ചിടുന്നതാണ്. കല്യാണത്തിന് പിന്നിയല്ല എന്തെങ്കിലും പുട്ടപ്പ് വേണ്ട. ടെമ്പിൾ ലുക്ക് കഴിഞ്ഞ് അടുത്ത ലുക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നിട്ടുള്ള ഹെയർ സ്റ്റൈൽ. ഇപ്പോഴത്തെ ഷോർട്ട് ഹെയർ ലെങ്ത് അല്ലാത്ത അത് മതി. ഓക്കെ. പക്ഷെ തലേ ദിവസം എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു ഇതില്ല. എന്തെങ്കിലും ചേരുന്ന ആ ഡ്രസ്സിന് മാച്ച് ആവണം, ഫേസിന് മാച്ച് ആവണം, ആ രീതിയിൽ ചെയ്താൽ മതി. എനിക്ക് ഞാൻ ഈ മിഡിൽ പോർഷൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, എടുത്തിട്ടില്ല. ഞാൻ എപ്പോഴും ഈ സൈഡാണ് എടുക്കുന്നത്. നമ്മള് നെറ്റിച്ചുട്ടി വെച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് മിഡിൽ പോർഷൻ ആയിരിക്കും. ചിലർക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് അത് വെക്കുമ്പോ ചേരുന്നതൊക്കെ തോന്നുന്നു. നമുക്ക് ഇപ്പൊ രണ്ട് ലുക്ക് വേണമല്ലോ. ടെമ്പിൾ ലുക്കും അത് കഴിഞ്ഞ് ഹാളിലെ ലുക്കും നമുക്ക് രണ്ട് ലുക്കാ വേണം. അപ്പൊ നമുക്ക് രണ്ട് ഹെയർ സ്റ്റൈൽ തന്നെ നമുക്ക് അവിടെ എടുത്താലേ പറ്റും. ടോട്ടലി പ്രീ വെഡിങ്ങിൻ്റെതുണ്ട്, രാവിലെ മോർണിംഗ് ടെമ്പിൾ വെഡിങ് ഉണ്ട്, അത് കഴിഞ്ഞ് ഹാളിലെ വെഡിങ് ഉണ്ട്, അത് കഴിഞ്ഞ് പോസ്റ്റ് വെഡിങ് റിസപ്ഷൻ ഉണ്ട്. അപ്പൊ മൊത്തം 4 ലുക്ക്. എനിക്ക് കാണാൻ പറ്റില്ല. ചേരുന്നുണ്ടോ? ഇപ്പൊ മേക്കപ്പ് ഇല്ലാതെ ചെയ്യുമ്പോ അത് ഫേസിന് അത് സ്യൂട്ട് ആവാത്തത് തോന്നുന്നു. മേക്കപ്പ് കൂടെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ സെന്റർ എടുക്കുമ്പോൾ കുഴപ്പമില്ല, അത് ചേരുന്നുണ്ട്. ഫേസ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പിടിച്ചു നോക്കാം. പിടിച്ച് നോക്കിയിട്ട് സെന്റർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സെന്ററിൽ തന്നെ പോവാം, അല്ലെങ്കിൽ നമുക്ക് സൈഡ് ഇട്ട് ഐസ് ഹൈലൈറ്റ് ചെയ്തെങ്കിലും ലിപ്സ്റ്റിക് ഷെയ്ഡ് മാച്ച് ആവണം. സെറ്റാക്കി തപ്പം മേക്കപ്പ് തുടങ്ങാം. രണ്ടുപേരും കണ്ടിട്ട് അഭിപ്രായം പറയും പ്ലീസ്. കൊള്ളാല്ലേ ഇത്? സെന്റർ ഇട്ട് ഇതുവരെ ഇട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ആരോട് ചോദിക്കും കാര്യമില്ല. ഇങ്ങനെ നോക്കുക ഏതാ ചെയ്യുന്നത്. എന്നാലും എനിക്ക് എന്റെ മേക്കപ്പ് ഇട്ടിട്ട് നേരെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. എനിക്ക് എന്റെ അച്ഛൻ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ കല്യാണം വെച്ചു. തൊട്ടപ്പുറത്ത് നോക്കിയില്ല, വീട്ടിന്റെ തൊട്ടപ്പുറത്തായിരുന്നു, പക്ഷെ അറിഞ്ഞില്ല. അപ്പോഴും അറിഞ്ഞില്ല. എനിക്കറിയത്തില്ല. അല്ല അങ്ങനെയല്ല, കല്യാണം ഉറപ്പിച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അറേഞ്ച്ഡ് മാരേജ് ആണ്. പക്ഷെ നാട്ടുകാരൊക്കെ വിചാരിക്കുന്നത് ലവ് മാരേജ് തൊട്ടപ്പുറത്താണ്. പക്ഷെ ഞാനും വിഷോ ഇന്നേ വരെ തമ്മിൽ കണ്ടിട്ടില്ല. മീൻസ് കഴിഞ്ഞ മാസം വരെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ല. ഇങ്ങനെ ഒരു മനുഷ്യനാണുണ്ടാകുന്നത് എനിക്കറിയാം. കാശ് ഞാൻ മാട്രിമോണിക്ക് കൊടുക്കും. ആദ്യമൊക്കെ വീട്ടുകാർ കൊടുക്കുമായിരുന്നു, അവസാനം എടുത്തേക്ക് ഇനി നീ അടയ്ക്കുന്നു. നിനക്ക് കെട്ടണമെങ്കിൽ നീ അടയണം. അവസാനത്തേക്ക് ഞാൻ അങ്ങനെ നടത്തും. എന്നിട്ട് ഒരു രക്ഷ കേട്ടോ ബെസ്റ്റ്. എത്ര ചെറുക്കന്മാരോട് ഞാൻ സംസാരിച്ചിട്ട് അറിയാമോ. എന്നിട്ട് അവസാനം വീട്ടിൽ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു. അതെ, ഞാൻ വിശ്വസിക്കാം മൊത്തത്തില് അടിപൊളിയാക്കി തരൂ. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിലേ കല്യാണം കഴിക്കണ്ട കേട്ടോ. അങ്ങനെയല്ല, ഒന്നിങ്ങനെ ഇഷ്ടമാണ് എന്നെ വിളിച്ചോടിക്കോ, ഭയങ്കര ചെലവാ, ഭയങ്കര ചെലവാ. ഞാൻ ആക്ച്വലി ഇവിടെ ആരും പറഞ്ഞിറങ്ങിയല്ല കേട്ടോ. ഞാൻ കല്യാണം ഏകദേശം ഉറപ്പിക്കുന്നപ്പോഴേ ഞാനിങ്ങനെ തപ്പി തുടങ്ങി എല്ലാം. അപ്പൊ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ റീല് വരുമ്പോ ഏതോ 1-2 റീൽ ഇങ്ങനെ പല സ്ഥലത്തെ കണ്ടു. തിരുവനന്തപുരത്തുള്ളതാണോ എന്ന് ഇങ്ങനെ ഓരോ പേജ് കാണുമ്പോഴും ട്രിവാൻഡ്രം ആണോ എന്ന് ഞാൻ കയറി നോക്കും. അങ്ങനെ ഇത് ഇങ്ങനെ നിങ്ങളുടെ ഒരു റീൽ ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് വന്നു. ഞാൻ ഇതെവിടെയാണോ ഇനി എന്ന് പറഞ്ഞാൽ അത് കയറി ആറ്റിങ്ങല്ലോ തൊട്ടടുത്താണല്ലോ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ കണ്ടില്ല. ഞാൻ എവിടെയെല്ലാം പോയി അറിയാം. ഞാൻ പിന്നെ സത്യം എന്നെ കാണാൻ കൊള്ളാന്നല്ലേ. എനിക്ക് ലെൻസ് കിട്ടണം, പെട്ടെന്ന് കാണാം. ഇപ്പോഴല്ലേ കണ്ട ശരിക്കും. അതെ, ഞാനിപ്പോഴും നൈസ് നൈസ്. ഓ വിശ്വസിക്കാൻ പറ്റില്ല, എനിക്ക് ഇത്ര ലുക്ക് ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഡബിൾ ഓക്കെ, ഡബിൾ അല്ലേ ട്രിപ്പിൾ ഓക്കെ. ഇനി കല്യാണം കഴിച്ചാൽ ഇപ്പൊ കല്യാണം കഴിക്കാൻ ഇപ്പൊ കല്യാണം പെണ്ണ എന്റെ ഒരു ഇത് ബ്രൈഡാണ്. ആ കൊള്ളാം. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇത് മിഡിൽ വരുമ്പോ എനിക്ക് ചേരില്ല, പക്ഷെ എനിക്കിപ്പൊ കണ്ടപ്പോ എനിക്ക് ശരിയാ. ഇപ്പഴാ കണ്ട ഇത് കണ്ട മേക്കപ്പും ഹെയറും വന്നപ്പോ എനിക്ക് സെറ്റായി. നല്ല റിച്ച് ലുക്ക്. മാല കമ്മലൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തത് എനിക്ക് ജിംക്ക എന്റെ ഫേവറേറ്റ് ആണ്. പക്ഷെ ഇത് ചേരുന്നുണ്ട്. ഓക്കെ. നേരത്തെ ഇട്ടത് ഇതുപോലെ അത് വേണ്ട. ചേരുന്നില്ലേ ഇത്?
സാരിക്ക് തരുന്നുണ്ട് ഫേസിന് തരുന്നുണ്ട്. അത് നാട്ടിലുണ്ടോ രാവിലെ ഞാൻ പെട്ട് അയ്യപ്പ പറയാനായിട്ട് അയ്യപ്പ പറഞ്ഞോണ്ട് ഞാൻ കണ്ണു കാണാൻ മേക്കപ്പ് ഇവരെന്തൊക്കെയാണ് എടുക്കാൻ പറഞ്ഞല്ലേ ലെൻസെടുക്കാൻ പറഞ്ഞു. എന്തിട്ടിട്ട് കൊള്ളാന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചത്. എന്നെ നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. എനിക്കൊന്നും കാണാൻ പറ്റില്ല. നിങ്ങൾ എന്താന്ന് വെച്ച് ചെയ്തു. മെയിൻ സാധനം പറഞ്ഞു. ഫുള്ള് കഴിഞ്ഞിട്ടാണ് കണ്ണാടി വെച്ചത്. എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അവസാനമാണ് ഞാൻ എന്നെ തന്നെ കാണുന്നത്. കണ്ടപ്പം പക്ഷെ ഞെട്ടിയില്ലേ. ചേട്ടൻ വരെ പറഞ്ഞു. ചേട്ടൻ എന്റെ ചേട്ടൻ ഒന്നും ഇന്നലെ പറഞ്ഞു. ഇന്നലത്തെ കട്ടിയും നല്ലതാണ്. ആ ചേട്ടൻ ചെന്നറിയാൻ പറഞ്ഞു ഇന്നലത്തെ കട എനിക്ക് ഇതാ കുറച്ചു കാലം നാടൻ ലുക്ക്. നാടൻ ലുക്കുന്നു. ഓർണമെന്റ്സ് വെച്ച് നോക്കിയിട്ട് എങ്ങനെയാവുമെന്ന് കാണാൻ വയ്യായിരുന്നു. അടിപൊളിയായിട്ട് എഴുതിയിട്ടില്ലേ? അതെ എല്ലാം വിശ്വസിച്ചേൽപ്പിച്ചതാണ്. ഇത് കൊടുത്തിട്ട് നമുക്ക് ഇടയ്ക്കൊരു കൊടുക്കണോ? ചെറിയൊരു പെണ്ണും വേണം. എങ്ങനെ ഇടയില് ഒരു ചെറുത് ചുട്ടി. ആ ഇടാം. ഓക്കെ. ഇതൊക്കെ ഇത് കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ കുറച്ച് ടെൻഷൻ കുറഞ്ഞു. എന്തായാലും കാര്യം കിട്ടും. വേറെ കളർ ഓക്കെ കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. സാറ്റിസ്ഫൈഡ്. അടിപൊളിയായിട്ട് ഡ്രസ് ചെയ്തതൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഇന്നലത്തെ മേക്കപ്പ് എല്ലാവരും നല്ലത് പറയാം. പക്ഷെ ഇന്ന് രാവിലത്തെ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. രാവിലെ മോർണിംഗ് വെഡിങ് ലുക്ക്, ടെമ്പിൾ ലുക്ക്. ഇതാ ഇതും രണ്ടും മൊത്തത്തിൽ ചേഞ്ച് ചെയ്യും. ഇപ്പം ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലുക്ക് ഇനി ഒരു ലുക്ക് കൂടെ ബാക്കിയുണ്ടല്ലേ. ബാക്കിയുണ്ട്. അപ്പൊ കൊള്ളാവോ? എല്ലാത്തിനും അമ്മ ഇഷ്ടപ്പെട്ട് പാപ്പ ഇഷ്ടപ്പെട്ട് ആ.